Today I am going to discuss about the topic deadlock. അപ്പം ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലെ ഡെഡ്ലോക്ക് എന്ന് പറയുന്ന ടോപ്പിക്കിനെ പറ്റിയാണ് പറയുന്നത്. ഓക്കെ, അപ്പം ഡെഡ്ലോക്ക് എന്ന് പറയുമ്പോഴത്തേക്കും ഒരു മൾട്ടി പ്രോഗ്രാമിംഗ് എൻവയോൺമെൻറ്റിൽ സംഭവിക്കുന്ന ഒരു സിറ്റുവേഷന് പറയുന്ന പേരാണ് ഡെഡ്ലോക്ക്. ഓക്കെ, അപ്പോൾ ഡെഡ്ലോക്ക് എന്താണെന്ന് വെച്ചാൽ ഒരു സിസ്റ്റത്തിലുള്ള ഒരു സെറ്റ് ഓഫ് പ്രോസസ്സ് ഒരു ഫൈനൈറ്റ് നമ്പർ ഓഫ് റിസോഴ്സസിന് വേണ്ടി കോമ്പീറ്റ് ചെയ്യുന്ന ഒരു സിറ്റുവേഷനെ പറയുന്ന പേരാണ് ഡെഡ്ലോക്ക്. ഓക്കെ, എന്ന് വച്ചാൽ ഇറ്റ് ഈസ് എ സിറ്റുവേഷൻ വേർ എ സെറ്റ് ഓഫ് പ്രോസസ്സ് ആർ ബ്ലോക്ക്ഡ്. ഒരു സെറ്റ് ഓഫ് പ്രോസസ്സ് ഒരു ബ്ലോക്ക്ഡ് സ്റ്റേറ്റിലേക്ക് പോകുന്നു ബിക്കോസ് ഈച്ച് പ്രോസസ് ഹോൾഡിങ് എ റിസോഴ്സ് ആൻഡ് വെയിറ്റിംഗ് ഫോർ അനദർ റിസോഴ്സ് ദാറ്റ് ഈസ് കറൻ്റ്ലി അക്വയർഡ് ബൈ സം അതർ പ്രോസസ്സ്. എന്ന് വെച്ചാൽ എന്താണെന്ന് വെച്ചാൽ ഒരു സിസ്റ്റം എന്ന് പറയുമ്പോഴത്തേക്കും അതിലെന്താണ് പ്രോസസ്സസ്, സെറ്റ് ഓഫ് പ്രോസസ്സസ് ആണ് എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ പ്രോസസ്സിൻ്റെ എല്ലാത്തിൻ്റെയും കയ്യിൽ ഒരു സെറ്റ് ഓഫ് റിസോഴ്സസ് ഉണ്ടാവും. പക്ഷേ അതിൻ്റെ എക്സിക്യൂഷൻ കംപ്ലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വേറെ കുറേ റിസോഴ്സസിന് കൂടെ ആവശ്യമുണ്ടായിരിക്കും. ഈ വേറെ റിസോഴ്സസ് എന്ന് പറയുന്നത് ആ സമയത്ത് മറ്റ് പ്രോസസ്സുകൾ കയ്യിൽ വച്ചേക്കുന്ന റിസോഴ്സസ് ആയിരിക്കും. അപ്പം അങ്ങനെയാകുമ്പോൾ എന്ത് സംഭവിക്കും? ഈ പ്രോസസ്സ് റിക്വസ്റ്റ് ചെയ്യുന്ന റിസോഴ്സസ് ഒന്നും അവൈലബിൾ ആവത്തില്ല. അങ്ങനെ അവൈലബിൾ ആകാതെ ഇരിക്കുമ്പോൾ അതിന് എക്സിക്യൂഷൻ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാതെ വരികയും അതൊരു വെയിറ്റിംഗ് സ്റ്റേറ്റിലേക്ക് എൻറ്റർ ചെയ്യുകയും ചെയ്യും. ഇനി ചില കേസിൽ എന്ത് സംഭവിക്കുമെന്ന് വെച്ചാൽ ഈ വെയിറ്റിംഗ് സ്റ്റേറ്റിലേക്ക് പോകുന്ന പ്രോസസ്സ് അതിൻ്റെ സ്റ്റേറ്റ് ചേഞ്ച് ചെയ്യത്തില്ല. അതായത് അതൊരു ഇൻഡെഫിനിറ്റ് ബ്ലോക്കിംഗ് അല്ലെങ്കിൽ ഒരു പെർമനൻറ്റ് ബ്ലോക്കിംഗ് സ്റ്റേറ്റിലേക്ക് പോകും. ഓക്കെ, ഈ ഒരു സിറ്റുവേഷനെ പറയുന്ന പേരാണ് ഡെഡ്ലോക്ക്. അപ്പോൾ ഡെഡ്ലോക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സെറ്റ് ഓഫ് പ്രോസസ്സ് റിസോഴ്സിനെ കിട്ടാതെ വരുമ്പോഴത്തേക്കും ഒരു വെയിറ്റിംഗ് സ്റ്റേറ്റിലേക്ക് ചേഞ്ച് ചെയ്യുന്നതും അതിൻ്റെ എക്സിക്യൂഷൻ കംപ്ലീറ്റ് ചെയ്യാൻ കഴിയാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനെ പറയുന്ന പേരാണ് ഡെഡ്ലോക്ക്. അപ്പോൾ നമ്മുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലെല്ലാം എന്താണ് ഡെഡ്ലോക്ക് എന്ന് പറയുന്ന സിറ്റുവേഷനുണ്ട്. ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് ഈ ഡെഡ്ലോക്കിനെ വർക്ക് ചെയ്യുന്നതും ഈ ഡെഡ്ലോക്കിനെ ബേസ് ചെയ്തിട്ടൊക്കെയാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എന്താണ് പഠിക്കാനുള്ളതെന്ന് വെച്ചാൽ ഇപ്പോൾ എന്താണ് ഡെഡ്ലോക്ക് എന്താണെന്നുള്ള ഒരു ഐഡിയ കിട്ടി. ഇനി ഇതിൽ ഡെഡ്ലോക്ക് അവോയ്ഡൻസ്, പ്രിവെൻഷൻ, ഇഗ്നോറൻസ്, ഇങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. ഇതൊക്കെയാണ് ഇതിൽ പഠിക്കാനായിട്ടുള്ളത്. അപ്പോൾ ഈ കൊടുത്തേക്കുന്നതാണ് ഡെഡ്ലോക്കിൻ്റെ ഒരു സ്കീമാറ്റിക് റെപ്രസെൻറ്റേഷൻ. ഇവിടെ ഈ സർക്കിളിൽ ഇൻഡിക്കേറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ സർക്കിളിൽ ഇൻഡിക്കേറ്റ് ചെയ്യുന്നതെല്ലാം എന്താണ്? പ്രോസസ്സാണ്. അപ്പോൾ എത്ര പ്രോസസ്സുണ്ട്? P1, P2, P3 എന്ന് പറയുന്നതാണ് ഇവിടുത്തെ പ്രോസസ്സ്. ഇനി ഇവിടെ സ്ക്വയറായിട്ട് കൊടുത്തേക്കുന്നതെന്ന് വെച്ചാൽ R1, R2, R3 ഇതാണ് നമ്മുടെ റിസോഴ്സസ്. ഇനി ഈ സ്ക്വയറിനകത്ത് ഇവിടെ ഡോട്ട്സ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് നമ്മൾ എന്താണത് സിംഗിൾ ഇൻസ്റ്റൻസ് ആണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. സപ്പോസ് ഈ സ്ക്വയറിനകത്ത് ഡോട്ട്സ് ഇൻഡിക്കേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതെന്ന് പറയുന്നത് റിസോഴ്സിൻ്റെ ഇൻസ്റ്റൻസിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഇതിനകത്ത് ഒരു ഡോട്ടൊന്നും ഇല്ല അല്ലെങ്കിൽ ഒരു സിംഗിൾ ഡോട്ടാണെങ്കിൽ സിംഗിൾ ഇൻസ്റ്റൻസ് ഓഫ് ദാറ്റ് റിസോഴ്സ് എന്ന് പറയും. ഈ സ്ക്വയറിനകത്ത് 2 ഡോട്ട് ഉണ്ടെങ്കിൽ 2 ഇൻസ്റ്റൻസ് ഓഫ് റിസോഴ്സ് R1 എന്ന് പറയും. ഓക്കെ, ഇനിയുള്ളതെന്ന് പറയുന്നത് ഇതിൽ ഈ ആരോ ഹെഡഡ്, ഇത് തന്നെ പറയുന്ന പേര് എഡ്ജസ് എന്നാണ് പറയുന്നത്. ഇതെന്ന് പറയുന്ന ആരോ ഹെഡഡ് ആണ്. ഇവിടെ നോക്കി നമുക്ക് 2 ടൈപ്പ് ആരോ കാണും. ഒന്നെന്ന് പറയുന്നത് പ്രോസസ്സിൽ നിന്നും പുറത്തേക്ക് പോകുന്നതും രണ്ടാമത്തേത് പ്രോസസ്സിനകത്തേക്ക് വരുന്ന ആരോസും. ഈ പ്രോസസ്സിൽ നിന്നും പുറത്തേക്ക് പോകുന്ന ആരോ എന്ന് പറയുന്നത് ഇവിടെ നോക്കിയേ റിസോഴ്സിലേക്കാണ് പോകുന്നത്. ഇത് കണ്ടോ, P1-ൽ നിന്നും R2-ലേക്ക് പോകുന്നുണ്ട്, P2-ൽ നിന്ന് R3-ലേക്ക് പോകുന്നുണ്ട്, അതുപോലെ P3-ൽ നിന്നും ഇവിടെയോട്ട് R1-ലേക്ക് വരുന്നുണ്ട്. ഇനി ചില ആരോസ് എന്ന് പറയുന്നത് പ്രോസസ്സിലേക്ക് വരുന്നുണ്ട്. R1-ൽ നിന്നും P1-ലേക്ക്, R2-ൽ നിന്നും P2-ലേക്ക്, R3-ൽ നിന്നും P3-ലേക്ക്. അപ്പോൾ ഈ ആരോസ് എന്താണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ റിസോഴ്സിൽ നിന്നും പ്രോസസ്സിലേക്കുള്ള ആരോസ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ റിസോഴ്സിനെ ആ പ്രോസസ്സിന് കൊടുത്തേക്കുവാണ്. ഓക്കെ, അല്ലെങ്കിൽ ഈ റിസോഴ്സിനെ ഈ പ്രോസസ്സ് ഹോൾഡ് ചെയ്തേക്കുവാണ്. എന്താണ് പ്രോസസ്സിലേക്കുള്ള ആരോസ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ R1-ൽ നിന്ന് P1-ലേക്കുള്ള ആരോ എന്താണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ റിസോഴ്സ് R1 ഹോൾഡ് ചെയ്യുന്നത് ആരാണ്? P1 ഹോൾഡ് ചെയ്തേക്കുവാണ്. ദാറ്റ് മീൻസ് P1 ഹോൾഡ് ദി റിസോഴ്സ് R1. അതുപോലെ ഇവിടെ എന്തായിരിക്കും? R2 to P2 എന്ന് പറയുന്നത് എന്താണ്? പ്രോസസ് P2 ഹോൾഡ് ദി റിസോഴ്സ് R2. അതായത് R2-നെ P2-ന് കൊടുത്തേക്കുവാണ്. അപ്പോൾ എന്താണ്? P2 R2-നെ ഹോൾഡ് ചെയ്തിരിക്കുവാണ്. അതുപോലെ ഇതെന്തായിരിക്കും? P3 ഹോൾഡ് ദി റിസോഴ്സ് R3. ഇനി നമ്മൾ നോക്കുന്നതെന്ന് വെച്ചാൽ ഇത് പ്രോസസ്സിൽ നിന്നും പുറത്തേക്കുള്ള ആരോസ്, ഔട്ട്വേർഡ് പോകുന്ന ആരോസ് എന്താണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് പറയുന്നത്. P1-ൽ നിന്നും R2-ലേക്കുള്ള ആരോ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് P1
റിക്വസ്റ്റ് ഫോർ ദി റിസോഴ്സ് R2. ഓക്കെ, ഇപ്പോൾ ഇവിടെ എന്തായിരിക്കും P2 റിക്വസ്റ്റ് ഫോർ ദി റിസോഴ്സ് R3. ദെൻ ഇതെന്തായിരിക്കും ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് P3 റിക്വസ്റ്റ് ഫോർ ദി റിസോഴ്സ് R1. ഓക്കെ, അപ്പോൾ ഇത് ആക്ച്വലി ഡെഡ് ലോക്ക് സെനേറിയോ ആണ് ഈ കാണിച്ചേക്കുന്നത്. അപ്പോൾ ഇവിടെ എന്തുവാണ് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഈ R1 എന്ന് പറയുന്ന റിസോഴ്സിനെ P1 കൊടുത്തേക്കുവാണ്. അതായത് P1 R1 എന്ന് പറയുന്ന റിസോഴ്സിനെ കയ്യിൽ വെച്ചുകൊണ്ടാണ് അടുത്ത R2 എന്ന് പറയുന്ന റിസോഴ്സിനെ റിക്വസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ R2 എന്ന് പറയുന്ന റിക്വസ്റ്റ് ആര് ഹോൾഡ് ചെയ്തേക്കുവാണ്, അല്ലെങ്കിൽ P2 ഹോൾഡ് ചെയ്തേക്കുവാണ്, അല്ലെങ്കിൽ P2 യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന റിസോഴ്സാണ് R2. ഓക്കെ, അപ്പോൾ P2 എന്ന് പറയുന്നത് R2 ഹോൾഡ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്, അതേ സമയത്ത് തന്നെ R3ക്ക് വേണ്ടി റിക്വസ്റ്റ് ചെയ്യുകയും ചെയ്യുന്നു. ആ R3 എന്ന് പറയുന്ന റിസോഴ്സ് കറൻ്റ്ലി ആര് ഹോൾഡ് ചെയ്യുന്നതാണ്, P3. ഇത്രയും മാത്രമാണെന്നുണ്ടെങ്കിൽ നമുക്ക് കംപ്ലീറ്റ്ലി ഒരു ഡെഡ് ലോക്ക് എന്ന് പറയാൻ പറ്റത്തില്ലായിരുന്നു. ആ സമയത്ത് തന്നെ P3 വീണ്ടും പോയി P3 R3 ഹോൾഡ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്, അതിൻ്റെ കൂട്ടത്തിൽ R1 എന്ന് പറയുന്ന റിസോഴ്സിനെ റിക്വസ്റ്റ് ചെയ്യുകയും ചെയ്യുന്നു. ഈ R1 എന്ന് പറയുന്ന റിസോഴ്സ് ആരാണ് ഹോൾഡ് ചെയ്തേക്കുന്നത്, P1 ആണ് ഹോൾഡ് ചെയ്തേക്കുന്നത്. അപ്പം ഈ സിറ്റുവേഷനാണ് ഡെഡ് ലോക്ക് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ഓരോ പ്രോസസ്സും ഒരു റിസോഴ്സിനെ കയ്യിൽ വെക്കുകയും ചെയ്യുന്നുണ്ട്, അതേ സമയത്ത് തന്നെ വേറെ ഒരു പ്രോസസ്സ് ഹോൾഡ് ചെയ്യുന്ന റിസോഴ്സിനെ റിക്വസ്റ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഓക്കെ, അതായത് P1 എക്സിക്യൂഷൻ കംപ്ലീറ്റ് ആകണമെങ്കിൽ R1 മാത്രം പോരാ, R2 കൂടെ വേണം, എന്നാലേ എക്സിക്യൂഷൻ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ P2 അത് R2 ഹോൾഡ് ചെയ്യുന്നത് കൊണ്ട് P1 അത് വിട്ടുകൊടുക്കത്തില്ല. അപ്പോൾ എന്ത് ചെയ്യും, P1 വെയിറ്റിംഗ് സ്റ്റേറ്റിലേക്ക് പോകേണ്ടി വരും. ഇതുപോലെ തന്നെ P2 എന്താണ്, R2 യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ R3 വേണമെന്ന് പറയുന്നു. R3 എന്ന് പറയുന്നത് P3 ഓൾറെഡി ഹോൾഡ് ചെയ്തേക്കുവാണ്. അപ്പോൾ എന്ത് വരും, P2 വെയിറ്റിംഗ് സ്റ്റേറ്റിലേക്ക് പോകേണ്ടി വരും. ഇവിടെ P3 കേസിലും എന്ത് സംഭവിക്കും, സെയിം തന്നെ സംഭവിക്കും. അപ്പോൾ ഇതാണ് ആക്ച്വലി ഡെഡ് ലോക്ക് എന്ന് പറയുന്ന സിറ്റുവേഷൻ. ഇനി അടുത്തതെന്ന് പറയുന്നത്, നമ്മളൊരു ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ ആ ഡെഡ് ലോക്ക് എന്ന് പറയുന്നതിന് നമുക്ക് ഇങ്ങനെ പറയാം, ഇങ്ങനെ കാണിക്കാം. ഇതൊരു സ്കീമാറ്റിക് റെപ്രസെൻറ്റേഷനാണ്. ഇവിടെ രണ്ട് പ്രോസസ്സുണ്ട്, പ്രോസസ് 1ഉം പ്രോസസ് 2. ഓക്കെ, അപ്പോൾ ഇത് കാണുമ്പോൾ നമുക്കറിയാൻ പറ്റും എന്താണ് റിസോഴ്സിൽ നിന്നും പ്രോസസ്സിലേക്കുള്ളതെന്ന് പറഞ്ഞാൽ എന്താണ്, ഈ റിസോഴ്സ് 1 പ്രോസസ് 1 കൊടുത്തേക്കുവാണ്, അല്ലെങ്കിൽ പ്രോസസ് 1 ഹോൾഡ് ചെയ്യുന്നതാണ് റിസോഴ്സ് 1. അതാണ് ഇവിടെ അസൈൻ 2 കൊടുത്തേക്കുന്നത്. അതേ സമയത്ത് തന്നെ പ്രോസസ് 1 റിസോഴ്സ് 2 വേണ്ടി റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട്. അതായത് പ്രോസസ് 1 ഈസ് വെയിറ്റിംഗ് ഫോർ റിസോഴ്സ് 2. ഇനി ഇവിടെ എന്താണ്, പ്രോസസ് 2 ഈസ് വെയിറ്റിംഗ് ഫോർ റിസോഴ്സ് 1. പക്ഷേ പ്രോസസ് 2 ഏതിനെയാണ് അസൈൻ ചെയ്തേക്കുന്നത്, റിസോഴ്സ് 2 അസൈൻ ചെയ്തേക്കുവാണ്, അല്ലെങ്കിൽ പ്രോസസ് 2 റിസോഴ്സ് 2 ഹോൾഡ് ചെയ്തേക്കുവാണ്. അപ്പോൾ ഇവിടെ രണ്ട് പ്രോസസ്സും ഉണ്ട്, രണ്ട് റിസോഴ്സും ഉണ്ട്. ഈ രണ്ട് പ്രോസസ്സിനും ഈ രണ്ട് റിസോഴ്സിനെയും അറ്റ് എ ടൈമിൽ യൂസ് ചെയ്യണം. അപ്പോൾ യൂസ് ചെയ്യാൻ പറ്റാതെ വരുമ്പോഴത്തേക്കാണ് എന്ത് സംഭവിക്കുന്നത്, ഡെഡ് ലോക്ക് എന്ന് പറയുന്നത് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ ഒക്കർ ചെയ്യുന്നത്. ഓക്കെ, ഇനി അതിൻ്റെ എക്സ്പ്ലനേഷനാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. ഓക്കെ, ഇനി ഈ റിസോഴ്സ് എന്ന് പറയുന്നത് എന്താണ്, ആക്ച്വലി റിസോഴ്സ് എന്ന് പറയുന്നത് പ്രോസസ്സ് യൂസ് ചെയ്യുന്ന ഒരു സംഭവമാണ് റിസോഴ്സ് എന്ന് പറയുന്നത്. ഈ റിസോഴ്സ് എന്ന് പറയുന്നത് ഹാർഡ്വെയർ ആകാം, അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ ആകാം. ഹാർഡ്വെയർ റിസോഴ്സസ് എന്ന് പറയുമ്പോൾ നമുക്ക് മെമ്മറി വരും, അല്ലെങ്കിൽ ടേപ്പ് ഡ്രൈവ് വരാം, അല്ലെങ്കിൽ പ്രിൻ്റർ, അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം എന്താണ്, ഹാർഡ്വെയർ റിസോഴ്സസിലാണ് വരുന്നത്. ഇനി അല്ലെങ്കിൽ ഒരു പീസ് ഓഫ് ഇൻഫർമേഷൻ എന്ന് പറയുന്നത് എന്താണ്, ഒരു സോഫ്റ്റ്വെയർ റിസോഴ്സ് ആയിട്ടാണ് വരുന്നത്. അല്ലെങ്കിൽ ലോക്ക് എന്ന് പറയുന്ന വേരിയബിൾ, ഇതൊക്കെ എന്താണ്, സോഫ്റ്റ്വെയർ റിസോഴ്സസ് ആണ്. ഓക്കെ, അപ്പോൾ ഇനി ഏത് തന്നെ റിസോഴ്സസ് ആയാലും എന്താണ്, ഡെഡ് ലോക്ക് എന്ന് പറയുന്നത് പോസിബിൾ ആവാം. ഇനി പറയാൻ പോകുന്നത്, ഈ റിസോഴ്സിനെ നമുക്ക് ഹാർഡ്വെയർ സോഫ്റ്റ്വെയർ റിസോഴ്സസ് എന്ന് പറയുന്ന കാറ്റഗറി അല്ലാതെ പ്രീഎംപ്റ്റബിൾ ആൻഡ് നോൺ പ്രീഎംപ്റ്റബിൾ റിസോഴ്സസ് എന്ന് വേണമെങ്കിലും പറയാം. അതിൽ പ്രീഎംപ്റ്റബിൾ റിസോഴ്സസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, പ്രീഎംപ്റ്റബിൾ എന്ന് പറയുന്നത് എന്താണ്, പ്രീഎംപ്റ്റീവ് ഷെഡ്യൂളിംഗ് നമ്മൾ പഠിച്ച പോലെ നമുക്ക് സസ്പെൻഡ് ചെയ്തല്ലെങ്കിൽ നമുക്ക് എടുത്തു മാറ്റാൻ പറ്റുന്ന ഒരു സംഭവമാണ് പ്രീഎംപ്റ്റബിൾ റിസോഴ്സസ് എന്ന് പറയുന്നത്. ഓക്കെ, അവിടെ വേറെ അഡ്വേഴ്സ് എഫക്റ്റ് ഒന്നും ഉണ്ടാകത്തില്ല ആ റിസോഴ്സിനെ നമ്മൾ റിമൂവ് ചെയ്താലും. എക്സാമ്പിൾ മെമ്മറി. ഇനി നോൺ പ്രീഎംപ്റ്റബിൾ റിസോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, ആ നോൺ പ്രീഎംപ്റ്റബിൾ റിസോഴ്സ് എന്ന് വെച്ചാൽ നമുക്കങ്ങനെ എടുത്തു മാറ്റാനൊന്നും പറ്റത്തില്ല. ഇനി സപ്പോസ് നമ്മളതിനെ റിമൂവ് ചെയ്യുവാണെങ്കിൽ അവിടെ ഒരു അഡ്വേഴ്സ് എഫക്റ്റ് ഉണ്ടാകും, അല്ലെങ്കിൽ കമ്പ്യൂട്ടേഷൻ ഫെയിലിയർ ഉണ്ടാക്കുന്ന റിസോഴ്സസാണ് നോൺ പ്രീഎംപ്റ്റബിൾ റിസോഴ്സസ്. അപ്പം നോൺ പ്രീഎംപ്റ്റബിൾ റിസോഴ്സസിന് ഒരു എക്സാമ്പിളാണ് CD റെക്കോർഡർ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാം, CD റെക്കോർഡ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ പകുതിക്ക് വെച്ച് എടുത്തു കഴിഞ്ഞാൽ എന്താണ്,
സി ഡി റൈറ്റിംഗ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ബേണിംഗ് എന്ന് പറയുന്നത് എന്താണ്, അത് കംപ്ലീറ്റ് ആവത്തില്ല അല്ലേ. അപ്പോൾ ഡെഡ് ലോക്കിൽ ഇൻവോൾവ് ആകുന്ന റിസോഴ്സ് കാറ്റഗറി എന്ന് പറയുന്നത് നോൺ പ്രീഎംപ്റ്റബിൾ റിസോഴ്സസ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ എന്ന് വെച്ചാൽ ആക്ച്വലി ഒരു റിസോഴ്സിനെ ഒരു പ്രോസസ്സ് എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു പ്രോസസ്സ് റിക്വസ്റ്റ് ചെയ്യുക, അതിനെ യൂസ് ചെയ്യുക, റിലീസ് ചെയ്യുക, ഇത്രയും സംഭവം മാത്രമേ ഒരു റിസോഴ്സിൽ ചെയ്യാൻ പാടുള്ളൂ. ഇത്രയും ഇവൻറ്റ്സ് മാത്രമാണ് ഒരു റിസോഴ്സിൽ നടക്കുന്നത്. ഓക്കെ, അപ്പോൾ ഡെഡ് ലോക്ക് എന്ന് പറയുന്ന സിറ്റുവേഷൻ എന്താണ്, ഈ റിസോഴ്സിനെ റിക്വസ്റ്റ് ചെയ്ത് യൂസ് ചെയ്ത് റിലീസ് ചെയ്യുക എന്ന് പറയുന്ന സംഭവം അവിടെ ചില പർട്ടിക്കുലർ ടൈമിൽ നടക്കാതെ വരുമ്പോഴാണ് പ്രോസസ്സ് എന്ത് ചെയ്യുന്നത്, വെയിറ്റിംഗ് സ്റ്റേറ്റിലേക്ക് പോകേണ്ടി വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതിന് പറയുന്ന പേരാണ് ഡെഡ് ലോക്ക്. അപ്പോൾ ഇനി ഇതിലെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് വരുന്നത്, വാട്ട് ആർ ദി നെസസറി കണ്ടീഷൻസ് ഫോർ ഡെഡ് ലോക്ക്. ഡെഡ് ലോക്ക് എന്ന് പറയുന്ന സിറ്റുവേഷൻ അറൈസ് ചെയ്യണമെങ്കിൽ ഈ 4 കണ്ടീഷൻ, ഈ കൊടുത്തേക്കുന്ന 4 കണ്ടീഷൻ അറ്റ് എ ടൈമിൽ നടക്കണം. ഈ 4 കണ്ടീഷനാണ് നെസസറി ആൻഡ് സഫിഷ്യൻറ്റ് കണ്ടീഷൻസ് ഫോർ ഡെഡ് ലോക്ക് എന്ന് പറയുന്നത്. ഫസ്റ്റ് വൺ ഈസ് മ്യൂച്വൽ എക്സ്ക്ലൂഷൻ, സെക്കൻഡ് ഹോൾഡ് ആൻഡ് വെയിറ്റ്, തേർഡ് വൺ നോ പ്രിയംഷൻ ആൻഡ് ഫോർത്ത് വൺ ഈസ് സർക്കുലാർ വെയിറ്റ്. അപ്പം ആദ്യത്തേത് പറയാൻ പോവുകയാണ്, എന്താണ് മ്യൂച്വൽ എക്സ്ക്ലൂഷൻ എന്താണെന്നുള്ളതാണ് പറയാൻ പോകുന്നത്. അപ്പം മ്യൂച്വൽ എക്സ്ക്ലൂഷൻ എന്ന് പറയുമ്പോഴത്തേക്കും, മ്യൂച്വൽ എക്സ്ക്ലൂഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഫെമിലിയർ ആയിട്ടുള്ള ഒരു വേർഡാണ്. എന്താണ് മ്യൂച്വൽ എക്സ്ക്ലൂഷൻ എന്ന് പറഞ്ഞാൽ, പ്രോസസ്സ് എന്ന് പറയുന്നത് മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആയിരിക്കണം. ഇത് ഡെഡ് ലോക്കിൻ്റെ കേസിലായതുകൊണ്ട് നമ്മൾ അവിടെ പ്രോസസ്സും ഉണ്ട് റിസോഴ്സസും ഉണ്ട്. അതായത് പ്രോസസ്സ് റിസോഴ്സസിനെ യൂസ് ചെയ്യുമ്പം അല്ലെങ്കിൽ യൂട്ടിലൈസ് ചെയ്യുമ്പോൾ ഒന്നിൽ കൂടുതൽ പ്രോസസ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തായിരിക്കണം, അത് മ്യൂച്വലി എക്സ്ക്ലൂസീവായിട്ട് വേണം യൂസ് ചെയ്യാനായിട്ട്. പക്ഷേ ഇവിടെ എന്താണെന്ന് വെച്ചാൽ, റിസോഴ്സസ് എന്ന് പറയുന്നത് ഒരു നോൺ ഷെയറബിൾ മോഡിലായിരിക്കും. റിസോഴ്സസിനെ പ്രോസസ്സിന് ഷെയർ ചെയ്ത് യൂസ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. അറ്റ് എ ടൈമിൽ ഒരു പ്രോസസ്സിന് മാത്രമേ റിസോഴ്സിനെ യൂസ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അങ്ങനെ ഒരു പ്രോസസ്സ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വേറെ ഏതെങ്കിലും പ്രോസസ്സ് വന്നു കഴിഞ്ഞാൽ മീൻസ് ആ റിസോഴ്സിന് വേണ്ടി റിക്വസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ റിക്വസ്റ്റ് ചെയ്യുന്ന പ്രോസസ്സ് ഏത് തന്നെയായാലും അത് വെയിറ്റ് ചെയ്യേണ്ടി വരും. എപ്പോൾ വരെയും വെയിറ്റ് ചെയ്യേണ്ടി വരും, കറൻ്റ്ലി ഏത് പ്രോസസ്സാണോ ആ റിസോഴ്സിനെ യൂട്ടിലൈസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് റിലീസ് ചെയ്യും വരെ എന്ത് ചെയ്യേണ്ടി വരും, വെയിറ്റ് ചെയ്യേണ്ടി വരും. ഇതിനെ പറയുന്ന പേരാണ് മ്യൂച്വൽ എക്സ്ക്ലൂഷൻ. അപ്പം മ്യൂച്വൽ എക്സ്ക്ലൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, റിസോഴ്സസ് എന്ന് പറയുന്നത് എപ്പോഴും നോൺ ഷെയറബിൾ മോഡായിരിക്കും. അറ്റ് എ ടൈമിൽ ഒരു പ്രോസസ്സിന് മാത്രമേ റിസോഴ്സിനെ യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ വേറെ ഏതെങ്കിലും ഒരു പ്രോസസ്സ് ആ റിസോഴ്സിന് വേണ്ടി റിക്വസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ റിസോഴ്സ് റിലീസ് ആകും വരെയും അത് ബാക്കി റിക്വസ്റ്റ് ചെയ്ത പ്രോസസ്സ് വെയിറ്റ് ചെയ്യേണ്ടി വരും. ഇതിന് പറയുന്ന പേരാണ് മ്യൂച്വൽ എക്സ്ക്ലൂഷൻ. രണ്ടാമത്തെ കണ്ടീഷനാണ് ഹോൾഡ് ആൻഡ് വെയിറ്റ് എന്ന് പറയുന്നത്. ഹോൾഡ് ആൻഡ് വെയിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഹോൾഡ് ആൻഡ് വെയിറ്റ്, ഒരു പ്രോസസ്സ് ഒരു റിസോഴ്സിനെ ഹോൾഡ് ചെയ്യുന്നുണ്ട്. ഈ ഹോൾഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പം തന്നെ അഡീഷണൽ റിസോഴ്സിനെ അക്വയർ ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്യുന്നു. വെയിറ്റ് ചെയ്യേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ്, ആ റിസോഴ്സസിനെ വേറെ ഏതെങ്കിലും പ്രോസസ്സ് ഹെൽഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാകും അല്ലെങ്കിൽ യൂട്ടിലൈസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവാം. ഓക്കെ, ഇതിനെ പറയുന്ന പേരാണ് ഹോൾഡ് ആൻഡ് വെയിറ്റ്. കയ്യിലൊരു റിസോഴ്സിനെ വച്ചുകൊണ്ട് അഡീഷണൽ റിസോഴ്സസിനെ അക്വയർ ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ആ ഒരു സിറ്റുവേഷനാണ് ഹോൾഡ് ആൻഡ് വെയിറ്റ് എന്ന് പറയുന്നത്. മൂന്നാമത്തെ കണ്ടീഷനാണ് നോൺ പ്രിയംഷൻ. നോൺ പ്രിയംഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, റിസോഴ്സസിനെ പ്രിയംപ്റ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. റിസോഴ്സസിനെ പ്രിയംപ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് വെച്ചാൽ എന്താണ്, ഏതെങ്കിലും ഒരു റിസോഴ്സിനെ ഒരു പ്രോസസ്സ് ഹോൾഡ് ചെയ്യുവാണെങ്കിൽ വേറെ ഒരു പ്രോസസ്സ്, സപ്പോസ് ഒരു പ്രയോറിറ്റി ഉള്ള ഒരു പ്രോസസ്സ് വരുവാണെങ്കിൽ കൂടി ആ റിസോഴ്സസിനെ ടെമ്പററി ആയിട്ട് പോലും കൊടുക്കാൻ പറ്റത്തില്ല. നോൺ പ്രിയംറ്റീവ് ആയിട്ടുള്ള റിസോഴ്സസ് ആണ്. ഇനി ഫോർത്ത് കണ്ടീഷൻ എന്ന് പറയുന്നത് സർക്കുലാർ വെയിറ്റ്. സർക്കുലാർ വെയിറ്റ് എന്ന് പറയുന്നത് നമ്മളൊരു സെറ്റ് ഓഫ് n പ്രോസസ്സ് ഒരു സിസ്റ്റത്തിലുണ്ടെന്ന് വെച്ചോ. ആ n പ്രോസസ്സിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് P0, P1, P2, P3 എക്സെട്ര Pn എന്ന് പറഞ്ഞാണ് നമ്മൾ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ P0 എന്ന് പറയുന്നത് ഒരു റിസോഴ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യുവാണ്. ആ റിസോഴ്സിനെ ഹോൾഡ് ചെയ്തേക്കുന്നത് P1 ആണ്. P1 എന്ന് പറയുന്നത് വെയിറ്റ് ചെയ്യുന്നു ഫോർ എ റിസോഴ്സ് ദാറ്റ് ഈസ് ഹോൾഡ് ബൈ P2. P2 ഈസ് വെയിറ്റിംഗ് ഫോർ എ റിസോഴ്സ് വിച്ച് ഈസ് ഹോൾഡ് ബൈ P3 എക്സെട്ര. Pn-1 ഈസ് വെയിറ്റിംഗ് ഫോർ എ റിസോഴ്സ് ദാറ്റ് ഈസ് ഹെൽഡ് ബൈ Pn.
Pn is waiting for a resource that is held by P0. അങ്ങനെ ഇതിലുള്ള എല്ലാ പ്രോസസ്സും ബാക്കിയുള്ള പ്രോസസ്സ് ഹോൾഡ് ചെയ്തിരിക്കുന്ന റിസോഴ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നതിനെ പറയുന്ന പേരാണ് സർക്കുലാർ വെയിറ്റ്. അപ്പോൾ ഇതെന്ന് പറയുന്നത് എന്താണ്? മ്യൂച്വൽ എക്സ്ക്ലൂഷൻ, ഹോൾഡ് ആൻഡ് വെയിറ്റ്, നോ പ്രിയംഷൻ, സർക്കുലാർ വെയിറ്റ് എന്ന് പറയുന്നത് എന്താണ്? നെസസറി കണ്ടീഷൻ ഫോർ എ ഡെഡ് ലോക്ക് ആണ്. ഈ 4 കണ്ടീഷനും പ്രസൻ്റ് ആണെന്നുണ്ടെങ്കിൽ എന്താണ്? ഡെഡ് ലോക്ക് ഒക്കർ ചെയ്യും. ഇതിലേതെങ്കിലും ഒരെണ്ണമെങ്കിലും ആബ്സെൻ്റ് ആണെങ്കിൽ നോ ഡെഡ് ലോക്ക് ഈസ് പോസിബിൾ. അപ്പോൾ ഞാൻ മുന്നേ ഒരു ഡെഡ് ലോക്കിൻ്റെ ഡയഗ്രാം കാണിച്ചില്ലേ, അത് വെച്ച് നമുക്കൊന്ന് നോക്കാം. ഇവിടെ നോക്കിയേ, ഇവിടെ എന്ന് പറഞ്ഞാൽ 2 റിസോഴ്സും 2 പ്രോസസ്സും ആണുള്ളത് അല്ലേ. അപ്പോൾ ഇവിടെ എന്താണ്? ഇവിടെ ഏതൊക്കെ കണ്ടീഷൻ, ഈ നെസസറി കണ്ടീഷൻ 4 ഏതൊക്കെയാണ് ഹോൾഡ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഓക്കെ, ആദ്യത്തെ കണ്ടീഷൻ എന്താണ്? മ്യൂച്വൽ എക്സ്ക്ലൂഷൻ. മ്യൂച്വൽ എക്സ്ക്ലൂഷൻ എന്ന് പറയുമ്പോഴത്തേക്കും ഇവിടെ നോക്കിയേ, മ്യൂച്വൽ എക്സ്ക്ലൂഷൻ ഇവിടെ വരുന്നുണ്ടോ എന്ന് നോക്കിയേ. അതായത് പ്രോസസ് P1ന് ഏതാണ്? R1 റിസോഴ്സ് 1നെ യൂസ് ചെയ്യുവാണ്. അതേ സമയത്ത് തന്നെ പ്രോസസ് 2 എന്ന് പറയുന്നത് എന്ത് ചെയ്യുന്നു? വെയിറ്റ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഇത് റിസോഴ്സ് എന്ന് പറയുന്നത് ഷെയറബിൾ മോഡാണോ? നോൺ ഷെയറബിൾ മോഡാണ്. അപ്പോൾ ഇവിടെ എന്താണ്? മ്യൂച്വൽ എക്സ്ക്ലൂഷൻ. അടുത്തത് ഹോൾഡ് ആൻഡ് വെയിറ്റ് വരുന്നുണ്ടോ നോക്കിയേ. ഹോൾഡ് ആൻഡ് വെയിറ്റ് എന്ന് വെച്ചാൽ പ്രോസസ് P1ൻ്റെ കയ്യിൽ റിസോഴ്സ് ഉണ്ട്, എന്നിട്ടും എന്ത് ചെയ്യുന്നു? പ്രോസസ് P2 ഹോൾഡ് ചെയ്തേക്കുന്ന റിസോഴ്സ് 2ന് വേണ്ടി റിക്വസ്റ്റ് ചെയ്യുന്നു, അതിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. അപ്പോൾ എന്താണ് ഇവിടെ? ഹോൾഡ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്, വെയിറ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഹോൾഡ് ആൻഡ് വെയിറ്റ്. ഇനി ഈ റിസോഴ്സ് എന്ന് പറയുന്നത് എന്താണ്? പ്രിയംറ്റീവ് അല്ല, അതുകൊണ്ടാണ് ഇത് വെയിറ്റ് ചെയ്യേണ്ടി വരുന്നത്. അപ്പോൾ എന്താണ്? നോ പ്രിയംഷൻ. പിന്നെ ഇതെന്താണ്? ഇതൊരു സർക്കുലാർ വെയിറ്റ് ആണ്. ഇവിടെ ഒരു സൈക്കിളാണ് കിടക്കുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ സർക്കുലാർ വെയിറ്റും വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് നെസസറി കണ്ടീഷൻസ് ഫോർ ഡെഡ് ലോക്ക് എന്ന് പറയുന്നത്. മ്യൂച്വൽ എക്സ്ക്ലൂഷൻ, ഹോൾഡ് ആൻഡ് വെയിറ്റ്, നോ പ്രിയംഷൻ, സർക്കുലാർ വെയിറ്റ്. ഇത് 4 ഇതിൽ ഹോൾഡ് ചെയ്യുന്നുണ്ട്. ഇനി അടുത്തത് പറയാൻ പോകുന്നത് റിസോഴ്സ് അലോക്കേഷൻ ഗ്രാഫിനെ പറ്റിയാണ് പറയാൻ പോകുന്നത്. ഈ റിസോഴ്സ് അലോക്കേഷൻ ഗ്രാഫ് എന്ന് പറയുന്നത് നമുക്ക് ഡെഡ് ലോക്കിനെ ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു സംഭവമാണ് റിസോഴ്സ് അലോക്കേഷൻ ഗ്രാഫ് എന്ന് പറയുന്നത്. ഇത് ആക്ച്വലി ഒരു ഗ്രാഫാണ്, ഒരു ഡയറക്റ്റഡ് ഗ്രാഫാണ്. അപ്പം ഗ്രാഫ് എന്ന് പറയുമ്പോൾ അതിൽ എന്തൊക്കെയാണുള്ളത്? വെർട്ടിസസും ഉണ്ട്, എഡ്ജസും ഉണ്ട്. അപ്പോൾ വെർട്ടിസസ് എന്ന് പറയുന്നത് 2 ടൈപ്പ് നോഡാണ് വെർട്ടിസസ് കാറ്റഗറിയിൽ വരുന്നത്, പ്രോസസ്സും റിസോഴ്സസും. പ്രോസസ്സ് എന്ന് പറയുമ്പോൾ എന്താണ്? P1, P2, P3 എക്സെട്ര അപ് ടു Pn. റിസോഴ്സസ് എന്ന് പറയുമ്പം R1, R2, R3 എക്സെട്ര അപ് ടു Rn. ഇനി ഇതിൽ 2 ടൈപ്പ് എഡ്ജ് ഉണ്ട്. ആദ്യത്തേന്ന് വെച്ചാൽ റിക്വസ്റ്റ് എഡ്ജാണ്. റിക്വസ്റ്റ് എഡ്ജ് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ പ്രോസസ്സ് റിസോഴ്സിന് വേണ്ടി റിക്വസ്റ്റ് ചെയ്ത, അതായത് പ്രോസസ്സിൽ നിന്നും റിസോഴ്സിലേക്ക് പോകുന്ന എഡ്ജിനെ പറയുന്ന പേരാണ് റിക്വസ്റ്റ് എഡ്ജ് എന്ന് പറയുന്നത്. ഓക്കെ, പ്രോസസ്സിൽ നിന്നും റിസോഴ്സിലേക്ക് പോകുന്ന എഡ്ജാണ് റിക്വസ്റ്റ് എഡ്ജ്. അതിൻ്റെ മീനിങ് എന്താണ്? ഈ പ്രോസസ് ഈസ് വെയിറ്റിംഗ് ഫോർ ദാറ്റ് റിസോഴ്സ്, PI ഈസ് വെയിറ്റിംഗ് ഫോർ RJ എന്നതാണ് അതിൻ്റെ മീനിങ്. ഇനി അടുത്തത് റിക്വസ്റ്റ് എഡ്ജ് കഴിഞ്ഞിട്ട് അടുത്തത് എന്താണ്? അസൈൻമെൻറ്റ് എഡ്ജ് ഉണ്ട്. അസൈൻമെൻറ്റ് എഡ്ജ് എന്ന് പറയുന്നത് എന്താണ്? അസൈൻമെൻറ്റ് എഡ്ജ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ഡയറക്റ്റഡ് എഡ്ജ് ഫ്രം RJ ടു PI. അതായത് റിസോഴ്സിൽ നിന്നും പ്രോസസ്സിലേക്ക് പോകുന്ന എഡ്ജിനെ പറയുന്ന പേരാണ് അസൈൻമെൻറ്റ് എഡ്ജ് എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ എന്താണ്? ഈ റിസോഴ്സിനെ പ്രോസസ്സ് ഹോൾഡ് ചെയ്തിരിക്കുവാണ്, അല്ലെങ്കിൽ ഈ റിസോഴ്സിനെ, ഈ പ്രോസസ്സിനെ, RJ എന്ന് പറയുന്ന റിസോഴ്സിനെ PI എന്ന് പറയുന്ന പ്രോസസ്സിന് അലോട്ട് ചെയ്തിരിക്കുവാണ്. ഓക്കെ, അപ്പോൾ 2 ടൈപ്പ് എഡ്ജസ് ഉണ്ടെന്ന്, 2 ടൈപ്പ് എഡ്ജസ് ആണ് നമുക്കുള്ളത്. ഏതൊക്കെയാണ്? അസൈൻമെൻറ്റ് എഡ്ജും ഉണ്ട്, റിക്വസ്റ്റ് എഡ്ജും ഉണ്ട്. ഇനി പറയുന്നതെന്ന് വെച്ചാൽ നമുക്ക്, അതായത് നമ്മുടെ വെർട്ടെക്സ് എന്ന് പറയുന്നത് പ്രോസസ്സോ റിസോഴ്സോ ആയിരിക്കുമെന്ന് പറഞ്ഞു. ഇതിനെ പിക്ടോറിക്കലി എങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ പ്രോസസ്സിനെ സർക്കിളായിട്ടും റിസോഴ്സസിനെ റെക്റ്റാങ്കിളായിട്ടുമായിരിക്കും ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. പിന്നുള്ളതെന്ന് വെച്ചാൽ റിസോഴ്സ് എന്ന് പറയുന്നത് സിംഗിൾ ഇൻസ്റ്റൻസ് ആകാം, അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ഇൻസ്റ്റൻസ് ആകാം. സിംഗിൾ ഇൻസ്റ്റൻസ് ആണെങ്കിൽ എന്താണ്? ചുമ്മാ ഒരു റെക്റ്റാങ്കിളായിട്ട് അല്ലെങ്കിൽ ഒരു സ്ക്വയർ ഷേപ്പിൽ മാത്രമേ റെപ്രസെൻറ്റ് ചെയ്യത്തുള്ളൂ. അതിനകത്ത് മൾട്ടിപ്പിൾ ഇൻസ്റ്റൻസ് ആണെങ്കിൽ 2 ഇൻസ്റ്റൻസ് ആണെങ്കിൽ 2 ഡോട്ടും, 3 ഇൻസ്റ്റൻസ് ആണെങ്കിൽ 3 ഡോട്ടും. എത്ര ഇൻസ്റ്റൻസ് ആണോ അതിനെ ഡിപ്പെൻഡ് ചെയ്ത് ഡോട്ട്സിൻ്റെ നമ്പർ കൂടും. ഓക്കെ, ഇനിയുള്ളത് ഇതാണ് നമ്മുടെ റിസോഴ്സ് അലോക്കേഷൻ ഗ്രാഫ് എന്ന് പറയുന്നത്.
ഇതൊരു എക്സാമ്പിളാണ്. അപ്പോൾ ഇവിടെ നോക്കി, ഇവിടെ ഏതൊക്കെയാണ് പ്രോസസ്സ് എന്ന് പറയുന്നത്, ഏതൊക്കെയാണ് പ്രോസസ്സ് എന്ന് പറയുന്നത് സർക്കിളിനകത്താണ്. അപ്പോൾ P1 P2 P3 എന്ന് പറയുന്നതാണ് നമ്മുടെ പ്രോസസ്സ്. റിസോഴ്സസ് ഏതൊക്കെയാണ്, R1 R3 R2 R4 എന്ന് പറയുന്നതാണ് നമ്മുടെ റിസോഴ്സസ്. ഇനി ഇവിടെ നോക്കിയേ, ഇവിടെ ഒരു സ്ക്വയർ ഇതിവിടെ സ്ക്വയർ ആയിട്ടാണ് കൊടുത്തേക്കുന്നത്. ആക്ച്വലി റെക്റ്റാങ്കിൾ ആണ് പിക്ടോറിക്കൽ റെപ്രസെൻറ്റേഷൻ ഓഫ് റിസോഴ്സ് എന്ന് പറയുന്നത്. R1 എന്ന് പറയുന്നത് സിംഗിൾ ഇൻസ്റ്റൻസ് ആണ്, R3 എന്ന് പറയുന്നത് സിംഗിൾ ഇൻസ്റ്റൻസ് ആണ്, R2 എന്ന് പറയുന്നത് 2 ഇൻസ്റ്റൻസ് ഉണ്ട്, R4 എന്ന് പറയുന്നതിൽ 3 ഇൻസ്റ്റൻസ് ഉണ്ട്. ഓക്കെ, ഇനി ബാക്കിയുള്ള എഡ്ജസ് ഏതൊക്കെയാണെന്ന് അറിയാം. റിസോഴ്സിൽ നിന്നും P2യിലേക്ക് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്, ഇതെന്ന് പറയുന്നത് അസൈൻമെൻറ്റ് എഡ്ജാണ്. R3 to P3 എന്ന് പറയുന്ന അസൈൻമെൻറ്റ് എഡ്ജ്. ഇതെന്ന് പറയുന്നത് എന്താണ്, റിസോഴ്സിൽ നിന്നും R2ൽ നിന്നും P1ലേക്ക് പോകുന്നത് അസൈൻമെൻറ്റും, ഇവിടെ R2ൽ നിന്നും P2യിലേക്ക് പോകുന്നത് അസൈൻമെൻറ്റാണ് അല്ലേ. അപ്പോൾ ഇത്രയാണ് ഈ റിസോഴ്സ് അലോക്കേഷൻ ഗ്രാഫിലുള്ളത്. അതിൻ്റെ എക്സ്പ്ലനേഷനാണ് ഈ കൊടുത്തേക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ PR എന്താണ്, എഡ്ജ് എന്താണെന്നുള്ളത് പറഞ്ഞു. ഇനി ഓരോന്നിൻ്റെയും ഇൻസ്റ്റൻസ് ടൈപ്പ് പറഞ്ഞിട്ടുണ്ട്. അടുത്തത് പ്രോസസ് സ്റ്റേറ്റ്സ് എന്തൊക്കെയാണെന്നുള്ളത് പറയാം. പ്രോസസ് സ്റ്റേറ്റ്സ് എന്ന് പറയുന്നത് എന്താണ്, ഇവിടെ പ്രോസസ് P1 ഏതിനെയാണ് ഹോൾഡ് ചെയ്തേക്കുന്നത്, റിസോഴ്സ് R2നെ ഹോൾഡ് ചെയ്തേക്കുന്നു. ഇവിടെ R2നെ ഹോൾഡ് ചെയ്തേക്കുന്നു ആൻഡ് വെയിറ്റിംഗ് ഫോർ R1. അടുത്ത സ്റ്റേറ്റ് എന്താണ്, P2 എന്ന് പറയുന്നത് R2നെയും ഹോൾഡ് ചെയ്തിട്ടുണ്ട്, R1നെയും ഹോൾഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് എന്താണ്, റിക്വസ്റ്റ് ചെയ്തേക്കുന്നത് R3യെ. ഓക്കെ, R3 എന്ന് P3 എന്ന് പറയുന്നത് എന്താണ്, P3 എന്ന് പറയുന്നത് R3യെ മാത്രമാണ് ഹോൾഡ് ചെയ്തേക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇവിടെ വരുന്ന പ്രോസസ് സ്റ്റേറ്റ്സ്. ഇനി നമുക്കിങ്ങനെ ഒരു റിസോഴ്സ് അലോക്കേഷൻ ഗ്രാഫ് തന്നിട്ടുണ്ടെങ്കിൽ ഇതിൽ ഡെഡ് ലോക്ക് എങ്ങനെ കണ്ടുപിടിക്കുമെന്ന് വെച്ചാൽ, ഈ ഒരു ഗ്രാഫിൽ സൈക്കിൾ എക്സിസ്റ്റ് ചെയ്യുവാണെങ്കിൽ എന്താണ്, ഡെഡ് ലോക്കാണ്. സൈക്കിൾ ഇല്ലെന്നുണ്ടെങ്കിൽ നോ ഡെഡ് ലോക്ക്. അങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. സൈക്കിൾ എക്സിസ്റ്റ് ചെയ്യുക എന്ന് വെച്ചാൽ എന്താണ്, അവിടെ മ്യൂച്വൽ എക്സ്ക്ലൂഷൻ, നോ പ്രിയംഷൻ, സർക്കുലർ വെയിറ്റ്, ഹോൾഡ് ആൻഡ് വെയിറ്റ്, ഈ 4 കണ്ടീഷനും ഹോൾഡ് ചെയ്യുന്നു എന്നാണ് അതിൻ്റെ മീനിങ്. ഓക്കെ, അപ്പോൾ റിസോഴ്സ് അലോക്കേഷൻ ഗ്രാഫ് ഡസ് നോട്ട് ഹാവ് സൈക്കിൾ എന്ന് പറഞ്ഞാൽ എന്താണ്, സിസ്റ്റത്തിലെ ഡെഡ് ലോക്ക് ഇല്ല. സൈക്കിൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഡെഡ് ലോക്ക്ഡ് സ്റ്റേറ്റ് ആണ്. അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് മെത്തേഡ് ഫോർ ഹാൻഡ്ലിങ് ഡെഡ് ലോക്ക്. അപ്പോൾ നമ്മൾ ഡെഡ് ലോക്കിനെ ഹാൻഡിൽ ചെയ്യാനായിട്ട് നമ്മൾ 3 മെത്തേഡ്സ് ആണ് യൂസ് ചെയ്യുന്നത്. ഫസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് ഡെഡ് ലോക്കിനെ പ്രിവെൻറ്റ് ചെയ്യുക അല്ലെങ്കിൽ അവോയ്ഡ് ചെയ്യുക ബൈ യൂസിങ് സം പ്രോട്ടോകോൾ. ഒരു പ്രോട്ടോകോൾ യൂസ് ചെയ്ത് ഡെഡ് ലോക്കിനെ പ്രിവെൻറ്റ് ചെയ്യുക അല്ലെങ്കിൽ അവോയ്ഡ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ദാറ്റ് സിസ്റ്റം വിൽ നെവർ എൻ്റർ എ ഡെഡ് ലോക്ക്. അങ്ങനെയാണെങ്കിൽ സിസ്റ്റം എന്ത് ചെയ്യത്തില്ല, ഡെഡ് ലോക്കിലേക്ക് പോകത്തില്ല. രണ്ടാമത്തേതെന്ന് വെച്ചാൽ ഡെഡ് ലോക്ക് സിസ്റ്റത്തിൽ വരുന്നെങ്കിൽ വന്നോട്ടെ, അതിനെ ഡിറ്റക്റ്റ് ചെയ്യുക, അതിൽ നിന്ന് റിക്കവർ ചെയ്യുക എന്നുള്ളതാണ് രണ്ടാമത്തെ കാറ്റഗറി. ആദ്യത്തെ എന്താണ്, പ്രിവെൻറ്റ് ചെയ്യുക അല്ലെങ്കിൽ അവോയ്ഡ് ചെയ്യുക. രണ്ടാമത്തേത് വരുന്നേ വന്നോട്ടെ, അതിനെ ഡിറ്റക്റ്റ് ചെയ്തിട്ട് റിക്കവർ ചെയ്യുക എന്നുള്ളതാണ്. മൂന്നാമത്തേതെന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഇഗ്നോർ ചെയ്യുക, അതായത് ഡെഡ് ലോക്ക് സിസ്റ്റത്തിൽ വന്നിട്ടില്ല എന്നുള്ള രീതിക്ക് അങ്ങ് മുന്നോട്ട് പോവുക. ഈ 3 മെത്തേഡാണ് ഡെഡ് ലോക്കിനെ ഹാൻഡിൽ ചെയ്യാനായിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് പറയുന്നത് പ്രിവെൻറ്റ് ഓർ അവോയ്ഡ് ഡെഡ് ലോക്കാണ്. പ്രിവെൻറ്റ് ഓർ അവോയ്ഡ് ഡെഡ് ലോക്ക് എന്ന് പറയുമ്പോഴത്തേക്കും അതിൽ ഡെഡ് ലോക്ക് പ്രിവെൻഷനും ഡെഡ് ലോക്ക് അവോയ്ഡൻസ് സ്കീമും ഇൻക്ലൂഡഡ് ആണ്. ഓക്കെ, ഡെഡ് ലോക്ക് പ്രിവെൻഷൻ എന്ന് പറയുമ്പോഴത്തേക്കും എന്താണ്, ഡെഡ് ലോക്ക് ഉണ്ടാകാനായിട്ടുള്ള 4 കണ്ടീഷനുണ്ട്. മ്യൂച്വൽ എക്സ്ക്ലൂഷൻ, ഹോൾഡ് ആൻഡ് വെയിറ്റ്, നോ പ്രിയംഷൻ, സർക്കുലർ വെയിറ്റ്. ഇതിനെ അങ്ങ് എലിമിനേറ്റ് ചെയ്യുക. ഓക്കെ, ഈ 4 കണ്ടീഷനെ എലിമിനേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഡെഡ് ലോക്ക് പ്രിവെൻഷനിൽ വരുന്നത്. ഇനി ഡെഡ് ലോക്ക് അവോയ്ഡൻസ് എന്ന് പറയുമ്പോഴത്തേക്കും എന്താണെന്ന് വെച്ചാൽ അതിൽ വേറെ കുറച്ച് കാര്യങ്ങൾ വരുന്നുണ്ട്. വേറെ കുറച്ച് കാര്യങ്ങളെന്ന് പറഞ്ഞാൽ അതിൽ റിസോഴ്സിനെ പറ്റിയുള്ള കുറച്ച് അഡീഷണൽ ഇൻഫർമേഷൻ വേണ്ടി വരും. ഇനി ഒരു പ്രോസസ്സ് ഒരു സിസ്റ്റത്തിൽ വരുമ്പം ആദ്യം തന്നെ പറയണം അതിന് എത്ര റിസോഴ്സസ് വേണമെന്നുള്ളത് ആദ്യമേ പറയണം. ഇങ്ങനെ കുറേ, അതായത് അഡീഷണൽ നോളേജ് എബൌട്ട് പ്രോസസ് ആൻഡ് റിസോഴ്സസ് മസ്റ്റാണ്. എന്നാൽ മാത്രമേ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് ഡെഡ് ലോക്ക് അവോയ്ഡൻസ് പ്രോപ്പറായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇനി രണ്ടാമത്തെ കാറ്റഗറി എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, ഡെഡ് ലോക്ക് വന്നു കഴിഞ്ഞാൽ അതിനെ കണ്ടുപിടിച്ച് അതിൽ നിന്നും റിക്കവർ ചെയ്യുക എന്നുള്ളതാണ്. മൂന്നാമത്തെ എന്താണ്, ഡെഡ് ലോക്ക് സിസ്റ്റത്തിൽ വരുന്നില്ല എന്നുള്ള രീതിക്ക് അതിനെ ഇഗ്നോർ ചെയ്ത് മുന്നോട്ട് പോവുക. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന് വെച്ചാൽ സിസ്റ്റം ഇടയ്ക്കിടയ്ക്ക് എന്ത് ചെയ്യും, അതിൻ്റെ ഫങ്ഷൻ സ്റ്റോപ്പ് ചെയ്യും. അപ്പോൾ എന്ത് ചെയ്യും, നമ്മൾ മാനുവലി റീസ്റ്റാർട്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇത്രയാണ് ഈ 3 കാറ്റഗറി.
അപ്പോൾ ഇനി പറയാൻ പോകുന്നത് ഡെഡ് ലോക്ക് അവോയ്ഡൻസിലെ സേഫ് സ്റ്റേറ്റ് എന്താണെന്നുള്ളതാണ് പറയാൻ പോകുന്നത്. ഡെഡ് ലോക്ക് അവോയ്ഡൻസിൽ നമുക്ക് ആദ്യം പഠിക്കാനുള്ളത് സേഫ് സ്റ്റേറ്റ് ആണ്, പിന്നീട് 2 അൽഗോരിതം പഠിക്കാനുണ്ട്. അപ്പം ഡെഡ് ലോക്ക് അവോയ്ഡൻസ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്? അവോയ്ഡൻസ് എന്ന് പറയുമ്പോൾ അവിടെ സർക്കുലാർ വെയിറ്റ് വരാൻ പാടില്ല, അല്ലേ? സർക്കുലാർ വെയിറ്റ് വരാൻ പാടില്ല, അല്ലെങ്കിൽ ആ ഡെഡ് ലോക്ക് ഒക്കുർ ചെയ്യാനായിട്ടുള്ള 4 കണ്ടീഷൻസും അവിടെ സംഭവിക്കാൻ പാടില്ല, അല്ലെങ്കിൽ അതിനെ അവോയ്ഡ് ചെയ്യണം. അപ്പോൾ അവോയ്ഡ് ചെയ്യാൻ വേണ്ടി എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, നമുക്ക് ഒരു സിസ്റ്റത്തിൽ എക്സിക്യൂട്ട് ചെയ്യുന്ന പ്രോസസ്സിനെല്ലാം റിസോഴ്സിനെ പ്രോപ്പർലി കൊടുത്ത് പ്രോസസ്സിനെയെല്ലാം സേഫ് സ്റ്റേറ്റിലേക്ക് കൺവേർട്ട് ചെയ്യണം. സേഫ് സ്റ്റേറ്റിലേക്ക് കൺവേർട്ട് ചെയ്യുക എന്ന് വെച്ചാൽ എന്താണ്? ഡെഡ് ലോക്ക് ഒക്കുർ ചെയ്യാത്ത സ്റ്റേറ്റിലേക്ക് മാറ്റണം. അതെന്ന് പറഞ്ഞാൽ ഓരോ പ്രോസസ്സിനും ആവശ്യമായിട്ടുള്ള റിസോഴ്സിനെ കൊടുത്താൽ മാത്രമേ അത് പോസിബിൾ ആവത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഏത് പ്രോസസ്സിനാണോ എത്ര നമ്പർ ഓഫ് റിസോഴ്സസ് ആണോ വേണ്ടത് അതിനനുസരിച്ചുള്ള രീതിയിൽ അലോക്കേഷൻ ആര് ചെയ്യണം? ഓപ്പറേറ്റിംഗ് സിസ്റ്റം ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്ക് പ്രോസസ്സിൻ്റെ ഒരു സേഫ് സീക്വൻസ് ജനറേറ്റ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പോൾ സപ്പോസ് ഒരു സീക്വൻസ് ഓഫ് പ്രോസസ് P1 P2 എക്സെട്ര Pn എന്ന് പറയുന്നതാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിലെ ഓരോ പ്രോസസ്സിനും റിസോഴ്സിനെ നമ്മൾ എന്ത് ചെയ്യണം? അലോട്ട് ചെയ്ത് കൊടുക്കണം പ്രോപ്പറായിട്ടുള്ള രീതിയിൽ. ഓക്കെ, ഇപ്പോൾ സപ്പോസ് PI എന്ന് പറയുന്ന ഒരു പ്രോസസ്സിന് വേണ്ട റിസോഴ്സസ് അവൈലബിൾ അല്ല എന്നുണ്ടെങ്കിൽ ഇപ്പം എത്ര റിസോഴ്സസ് അവൈലബിൾ ആണോ ആ റിസോഴ്സ് വെച്ച് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുന്ന ഏത് പ്രോസസ്സുണ്ടോ, അത് PJ ആണെങ്കിൽ PJ, അല്ലെങ്കിൽ PI+1 ആണെങ്കിൽ PI+1, ഏത് പ്രോസസ്സാണോ അതിനെ റിസോഴ്സിനെ കൊടുക്കുക. അങ്ങനെ ആ റിസോഴ്സിനെ കൊടുത്തു കഴിഞ്ഞാൽ അതെന്ത് ചെയ്യും? ഈ റിസോഴ്സസും കൊണ്ട് എക്സിക്യൂട്ട് ചെയ്തിട്ട് അതിൻ്റെ കയ്യിലിരിക്കുന്ന റിസോഴ്സസിനെയും അത് റിലീസ് ചെയ്യും, ഇപ്പോൾ കൊടുത്ത റിസോഴ്സസിനെയും റിലീസ് ചെയ്യും. അപ്പോൾ നമുക്ക് എന്ത് പറ്റും? അഡീഷണൽ റിസോഴ്സിനെ കിട്ടും. ഈ അഡീഷണൽ റിസോഴ്സസിനെ കിട്ടുമ്പോഴത്തേക്കും ചിലപ്പോൾ ബാക്കിയുള്ള റിമൈനിങ് പ്രോസസ്സിന് എക്സിക്യൂഷൻ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു സേഫ് ആയിട്ടുള്ള സീക്വൻസ് കണ്ടുപിടിച്ചാൽ മാത്രമേ നമുക്ക് ഈ ഡെഡ് ലോക്കിനെ അവോയ്ഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി 1-2 പോയിന്റ്സ് എന്ന് പറയുന്നത്, സേഫ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ഈസ് നോട്ട് എ ഡെഡ് ലോക്ക് സ്റ്റേറ്റ്. സേഫ് സ്റ്റേറ്റ് എന്ന് വെച്ചാൽ ഡെഡ് ലോക്ക് ഇല്ലാത്ത സ്റ്റേറ്റ് അല്ല. ഓക്കെ, ഇനി ഡെഡ് ലോക്ക്ഡ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ അതൊരു അൺസേഫ് സ്റ്റേറ്റ് ആണ്. എന്നാൽ എല്ലാ അൺസേഫ് സ്റ്റേറ്റും ഡെഡ് ലോക്ക് സ്റ്റേറ്റ് അല്ല. അൺസേഫ് ആയിട്ടുള്ള സ്റ്റേറ്റ് ഉണ്ടെങ്കിൽ അത് ഡെഡ് ലോക്കിലേക്ക് നയിക്കാം, അല്ലാതെ അൺസേഫ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ഡെഡ് ലോക്ക് സ്റ്റേറ്റ് എന്നല്ല അതിൻ്റെ മീനിങ്. ഓക്കെ, ഇനി അതായത് സേഫ് സ്റ്റേറ്റ് എങ്ങനെയാണെന്നുള്ളതാണ് അതിൻ്റെ ഒരു എക്സാമ്പിളാണ് ഈ കൊടുത്തിരിക്കുന്നത്. അതിന് എക്സാമ്പിൾ കൊടുത്തേക്കുന്നതെന്ന് വെച്ചാൽ, ഒരു സിസ്റ്റത്തിൽ ഒരു 12 മാഗ്നറ്റിക് ടേപ്പ് ഡ്രൈവ് ഉണ്ട്. അപ്പോൾ ഈ 12 മാഗ്നറ്റിക് ടേപ്പ് ഡ്രൈവ് എന്ന് പറയുന്നതാണ് റിസോഴ്സ്. 3 പ്രോസസ്സുണ്ട്, P0 P1 P2 എന്ന് പറയുന്ന 3 പ്രോസസ്സുണ്ട്. ഓക്കെ, അപ്പോൾ ഈ P0 P1 P2 എന്ന് പറയുന്ന പ്രോസസ്സിന് മാക്സിമം വേണ്ട റിസോഴ്സസ് എത്രയാണ്? അതാണ് മാക്സിമം നീഡിൽ കൊടുത്തേക്കുന്നത്. മാക്സിമം വേണ്ട റിസോഴ്സസ് എന്ന് പറയുന്നത് P0ക്ക് 10 മാഗ്നറ്റിക് ടേപ്പ് ഡ്രൈവിനെ വേണം, P1ന് 4 എണ്ണം വേണം, P2ന് 9 എണ്ണത്തിനെ വേണം. ഓക്കെ, കറൻ്റ്ലി P0ക്ക് എത്ര എണ്ണം ഉണ്ട്? P0ക്ക് 5 എണ്ണമാണുള്ളത്, P1ന് 2 എണ്ണവും P2ന് എത്രയാണ്? 2 എണ്ണമാണുള്ളത്. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ, ഓക്കെ, അപ്പോൾ ഇത് എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, അതായത് ഈ P0 P1 P2നെ നമുക്ക് സേഫായിട്ട് എന്ത് ചെയ്യണം? എക്സിക്യൂട്ട് ചെയ്യണം. സേഫായിട്ട് എക്സിക്യൂട്ട് ചെയ്യാന്ന് വെച്ചാൽ എന്താണ്? മൊത്തത്തിൽ നമുക്കുള്ള ടേപ്പ് ഡ്രൈവ് 12 ആണ്. അതിൽ എത്ര എണ്ണമാണ് ഇപ്പോൾ കൊടുത്തേക്കുന്നത്? മാക്സിമം നീഡെന്ന് പറയുന്നത് ഒരെണ്ണത്തിന് തന്നെ 10 എണ്ണം, പിന്നെ അടുത്തത് 4 എണ്ണം, അടുത്തത് 9 എണ്ണമാണ് വേണ്ടത്. അപ്പോൾ ഇവിടുത്തെ സേഫ് സീക്വൻസ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ കറണ്ട് നീഡ് എന്ന് പറയുന്നത് എത്രയാണ് ഇവിടെ? P0ക്ക് 5, P1ന് 2, P2ന് 2 ഓക്കെ, ഇപ്പോൾ ഇത്രയും കിട്ടിയാൽ അത് എന്ത് ചെയ്യാൻ പറ്റും? അതിന് എക്സിക്യൂഷൻ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇപ്പം ഇവിടെ എത്ര, അതായത് നമുക്ക് വേണ്ടത് സേഫ് സീക്വൻസ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ P0ക്ക് എത്ര എണ്ണമാണ് ഇവിടെ വേണ്ടത്? 5 എണ്ണമാണ് വേണ്ടത്, അല്ലേ? ഇപ്പോൾ നമ്മുടെ കയ്യിൽ 12 മാഗ്നറ്റിക് ടേപ്പ് ഡ്രൈവ് ഉള്ളതിൽ ഇപ്പോൾ എത്ര എണ്ണം ഇവിടെ അലോട്ട് ചെയ്ത് കൊടുത്തേക്കുവാണ്? ഇവിടെ 5, 2, 2 വെച്ച് 10, 4, 9 വെച്ച് അലോട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കറണ്ട് നീഡ് എന്ന് പറയുന്നത് 5, 2, 2 ആണെന്നും പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ എത്ര ടേപ്പ് ഡ്രൈവ് ഉണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്? 3 ഫ്രീ ടേപ്പ് ഡ്രൈവേ അവൈലബിൾ ആയിട്ടുള്ളൂ.
അപ്പോൾ ഈ 3 ടേപ്പ് ഡ്രൈവ് കൊണ്ട് ഇതിൽ ഏതാണ് സാറ്റിസ്ഫൈ ചെയ്യുന്നത്, P0 ആണോ P1 ആണോ P2 ആണോ എന്നുള്ളത് നോക്കുക. നമുക്ക് P0യുടെ കറണ്ട് നീഡ് എന്ന് പറയുന്നത് 5 ആണ്. അത് സാറ്റിസ്ഫൈ ചെയ്യാനായിട്ട് പറ്റത്തില്ല. കാരണം എന്താണ്, 3 ഫ്രീ ടേപ്പ് ഡ്രൈവ്സേ ഉള്ളൂ. ഓക്കെ, ഇനി P0യുടെ മാക്സിമം നീഡ് എന്ന് പറയുന്നത് എത്രയായിരുന്നു? P0യുടെ മാക്സിമം നീഡ് എന്ന് പറയുന്നത് 10 ആയിരുന്നു. കറണ്ട്ലി എത്രയുണ്ട്? 5 ഉണ്ട്. അപ്പം നമുക്കിനി എത്ര കൂടെ വേണം? 10 - 5, 5 കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ അത് എക്സിക്യൂഷൻ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. പക്ഷേ P1ൻ്റെ കേസിൽ നോക്കി, P1ന് 4 വേണം, പക്ഷേ 2 ഉള്ളത്. അപ്പോൾ 4 - 2 എത്രയാണ്? 2 കൂടെ മതി. അപ്പോൾ എന്താണ്, ഇവിടെ 3 ടേപ്പ് ഡ്രൈവ് ഇപ്പോൾ കറണ്ട്ലി അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് ഏതിനെ എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് പറ്റും? P1നെ ഇവിടെ എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ P1നെ എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ അടുത്തത് ഏതാണ് നോക്കുന്നത്? P2ൻ്റെ ഡിമാൻഡ് നോക്കുക. അപ്പോൾ ഇവിടെ P1 എക്സിക്യൂട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും എത്ര എണ്ണം ഫ്രീ ആകുന്നുണ്ട്? ഇവിടെ കൊടുത്ത 3 ടേപ്പ് ഡ്രൈവും ഫ്രീ ആകുന്നുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ എന്താണ്, ഇതിൻ്റെ കയ്യിലിരിക്കുന്ന P1ൻ്റെ കയ്യിലിരിക്കുന്ന 2 ടേപ്പ് ഡ്രൈവും കൂടെ ഫ്രീ ആകുന്നുണ്ട്. അങ്ങനെ മൊത്തം എത്ര ടേപ്പ് ഡ്രൈവ് ഫ്രീ ആകുന്നുണ്ട്? 5 എണ്ണം ഫ്രീ ആകുന്നുണ്ട്. അപ്പം നമ്മൾ അടുത്തത് നോക്കുന്നത് P2ന് എത്ര വേണമെന്നുള്ളതാണ്. P2ന് എത്ര വേണം? 9 - 2, 7 ടേപ്പ് ഡ്രൈവ് വേണം. ഇവിടെ 7 ഉണ്ടോ? 5 അല്ലേ ഉള്ളൂ. അപ്പോൾ അടുത്ത P0നെ നോക്കിയേ. P0നെ നോക്കിയപ്പോഴത്തേക്കും P0ക്ക് 10 - 5 ടേപ്പ് ഡ്രൈവ് മതി. 5 ടേപ്പ് ഡ്രൈവ് കൊണ്ട് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുന്ന ഏതാണ്? P0. അടുത്തത് P0യെ എക്സിക്യൂട്ട് ചെയ്യും. P0യെ എക്സിക്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എത്ര എണ്ണം ഫ്രീ ആയി കിട്ടും? അതിന് എക്സസ് ആയിട്ട് കൊടുത്ത 5ഉം അതിൻ്റെ കറണ്ട്ലി ഹോൾഡ് ചെയ്യുന്ന 5ഉം ഫ്രീ ആകും. അപ്പോൾ 10 എണ്ണം ഉണ്ട്. അപ്പോൾ ഇവിടെ ഏതാണ്? P2നെ നമുക്ക് അടുത്തത് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ സേഫ് സീക്വൻസ് എന്ന് പറയുന്നത്. ഓക്കെ, P1 P0 P2 എന്ന് പറയുന്നതാണ് നമ്മുടെ സേഫ് സീക്വൻസ്. ഓക്കെ, അതിൻ്റെ എക്സ്പ്ലനേഷനാണ് ഈ കൊടുത്തേക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഡെഡ്ലോക്ക് അവോയ്ഡൻസിലെ ആദ്യത്തെ സേഫ് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. ഇനിയുള്ളതെന്ന് പറഞ്ഞാൽ ഡെഡ്ലോക്ക് അവോയ്ഡൻസിൻ്റെ 2 അൽഗോരിതമാണ്: റിസോഴ്സ് അലോക്കേഷൻ ഗ്രാഫ് അൽഗോരിതം, ബാങ്കേഴ്സ് അൽഗോരിതം. ബാങ്കേഴ്സ് അൽഗോരിതം സെപ്പറേറ്റ് ചെയ്യാം. റിസോഴ്സ് അലോക്കേഷൻ ഗ്രാഫ് അൽഗോരിതം എന്ന് പറയുന്നത് റിസോഴ്സ് ടൈപ്പിൽ സിംഗിൾ ഇൻസ്റ്റൻസ് വരുന്ന കേസിലാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ ഓരോ എഡ്ജിൻ്റെയും കേസ്, ഇതിൽ 2 ടൈപ്സ് ഓഫ് എഡ്ജസ് ആണുള്ളത്. ക്ലെയിം എഡ്ജ് ഉണ്ട്. ഫസ്റ്റ് വൺ ക്ലെയിം എഡ്ജ്. ക്ലെയിം എഡ്ജ് എന്ന് വെച്ചാൽ എന്താണ്? ഈ പ്രോസസ്സ് PIയിൽ നിന്നും RJയിലേക്ക്, അതായത് പ്രോസസ്സ് റിസോഴ്സിന് വേണ്ടി റിക്വസ്റ്റ് ചെയ്യുന്ന എഡ്ജിനെ പറയുന്ന പേരാണ് ക്ലെയിം എഡ്ജ്. ഓക്കെ, ഈ റിസോഴ്സ് അലോക്കേഷൻ ഗ്രാഫിൻ്റെ കേസിൽ PI to RJയെ ക്ലെയിം എഡ്ജ് എന്നാണ് പറയുന്നത്. ഇൻ ഫ്യൂച്ചർ അതിനെ എന്താക്കി മാറ്റും? റിക്വസ്റ്റ് എഡ്ജാക്കി മാറ്റും. ഇനി ഇതിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഡോട്ടഡ് ലൈൻ അല്ലെങ്കിൽ ഡാഷ്ഡ് ലൈൻ വിത്ത് ആൻ ആരോ ഹെഡ് വെച്ചായിരിക്കും ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഈ ക്ലെയിം എഡ്ജിനെയാണ് എന്താക്കി മാറ്റുന്നത്? നമ്മൾ റിക്വസ്റ്റ് എഡ്ജാക്കി മാറ്റുന്നത്. അതായത് പ്രോസസ്സ് റിസോഴ്സിന് വേണ്ടി റിക്വസ്റ്റ് ചെയ്യുമ്പോൾ ഈ ക്ലെയിം എഡ്ജിനെ, അതായത് ഡോട്ടഡ് ലൈൻ വെച്ച് ഇൻഡിക്കേറ്റ് ചെയ്തിട്ടുള്ള, ഡോട്ടഡ് അല്ല ഡാഷ്ഡ് ലൈൻ വെച്ച് ഇൻഡിക്കേറ്റ് ചെയ്തിട്ടുള്ള ഈ ക്ലെയിം എഡ്ജിനെ നമ്മൾ റിക്വസ്റ്റ് എഡ്ജാക്കി കൺവേർട്ട് ചെയ്യും. ഓക്കെ, ഇനി ഈ റിസോഴ്സിനെ ഏതെങ്കിലും ഒരു പ്രോസസ്സിനെ റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്താണ് അതവിടെ കൊടുക്കുന്നത്? അസൈൻമെൻറ്റ് എഡ്ജാണ്. അതായത് റിസോഴ്സിൽ നിന്നും PIയിലേക്ക് പ്രോസസ്സിലേക്ക് കൊടുക്കുന്നത് എന്താണ്? അസൈൻമെൻറ്റ് എഡ്ജാണ്. പിന്നീട് അതിനെ എന്ത് ചെയ്യും? റീകൺവേർട്ട് ചെയ്യും. എന്താക്കി മാറ്റും? ക്ലെയിം എഡ്ജാക്കി റീകൺവേർട്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ ഈ റിസോഴ്സ് അലോക്കേഷൻ ഗ്രാഫ് എന്ന് പറയുന്നത് ഒരു സൈക്കിൾ ഡിറ്റക്ഷൻ അൽഗോരിതമാണ്. അതായത് സൈക്കിൾ എക്സിസ്റ്റ് ചെയ്താൽ അതെന്താണ്? അൺസേഫ് സ്റ്റേറ്റ് ഉണ്ട്. അതെന്താണ്? ഡെഡ്ലോക്കിലേക്ക് ലീഡ് ചെയ്യും. സൈക്കിൾ എക്സിസ്റ്റ് ചെയ്തില്ലെങ്കിൽ എന്താണ്? സിസ്റ്റം സേഫ് ആണ്. അപ്പോൾ ഈ കൊടുത്തേക്കുന്ന ഒരു റിസോഴ്സ് അലോക്കേഷൻ ഗ്രാഫിന് എക്സാമ്പിളാണ്. ഇത് കണ്ടോ, ഈ P1ൽ നിന്നും R1ലേക്ക് പോകുന്നതാണ് ഏതെന്ന് പറയുന്നത്? ഇത് കണ്ടോ, ഇത് ഡാഷ് ലൈനായിട്ട് കൊടുത്തേക്കുന്നതാണ് ക്ലെയിം എഡ്ജ് എന്ന് പറയുന്നത്. ഇതും എന്താണ്? ക്ലെയിം എഡ്ജാണ്. ഇതെന്ന് പറയുന്നത് എന്താണ്? റിസോഴ്സിനെ ഇവിടെ P1ന് കൊടുത്തേക്കുന്നു. ഇവിടെ എന്താണ്? P2ൽ നിന്നും R2ലേക്ക്, P2 R2നെ റിക്വസ്റ്റ് ചെയ്തേക്കുന്നു. ഇത്രയാണ് ഈ ഗ്രാഫിൽ, ഈ റിസോഴ്സ് അലോക്കേഷൻ ഗ്രാഫിൽ കൊടുത്തേക്കുന്നത്. ഇനി ഇതിൽ ഒരു ചേഞ്ച് വരുത്തിയിട്ടുള്ളതാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. ഇതെന്ന് വെച്ചാൽ ഇവിടെ നോക്കിയേ, ഇവിടെ P2 എന്ന് പറയുന്നത് R1 എന്ന് പറയുന്ന റിസോഴ്സിന് വേണ്ടി റിക്വസ്റ്റ് ചെയ്തേക്കുന്നു. R1 എന്ന് പറയുന്നത് സിംഗിൾ ഇൻസ്റ്റൻസ് ആണ്. അതിനെ P1 ഹോൾഡ് ചെയ്യുവാണ്. അപ്പോൾ P1 അഗെയിൻ എന്താണ്? R2 എന്ന് പറയുന്ന സിംഗിൾ ഇൻസ്റ്റൻസ് ഉള്ള റിസോഴ്സിന് വേണ്ടി റിക്വസ്റ്റ് ചെയ്തേക്കുന്നു. അത് ഏതിന് കൊടുത്തേക്കുവാണ്? P2ന് കൊടുത്തേക്കുവാണ്. അപ്പോൾ ഇവിടെ നോക്കി, ഇവിടെ എന്ന് പറയുന്ന ആക്ച്വലി ഇവിടെ ഒരു സൈക്കിൾ ഫോം ചെയ്യുമല്ലേ? സൈക്കിൾ ഫോം ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇത് റിസോഴ്സ് അലോക്കേഷൻ ഗ്രാഫാണ്.
സൈക്കിൾ ഉള്ളത് കൊണ്ടേ തന്നെ ഈ സിസ്റ്റം എന്ന് പറയുന്നത് എന്താണ്, ഡെഫിനറ്റ്ലി ഒരു ഡെഡ് ലോക്ക് സ്റ്റേറ്റ് ആണ്. ഓക്കെ, ഇപ്പോൾ ഈ ഒരു ഗ്രാഫിലായാലും കറസ്പോണ്ടിങ് ആയിട്ടുള്ള കുറച്ച് നമുക്ക് ചേഞ്ചസ് വരുത്തി ഇതിൽ മേ ബി ഡെഡ് ലോക്ക് ഒക്കർ ചെയ്യാം. ഓക്കെ, ഡെഡ് ലോക്ക് ഒക്കർ ചെയ്യാതെയും ഇരിക്കാം. അപ്പോൾ റിസോഴ്സ് അലോക്കേഷൻ ഗ്രാഫ് എന്ന് പറയുന്നത് എന്താണ്, സിംഗിൾ ഇൻസ്റ്റൻസ് റിസോഴ്സ് ഉള്ളതിൽ നമുക്ക് ഡെഡ് ലോക്ക് ഒക്കർ ചെയ്യുന്നോ ഇല്ലയോ എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ വേണ്ടത് എന്തൊക്കെയാണ്, ഡെഡ് ലോക്ക് എന്താണ്, വാട്ട് ആർ ദ നെസസറി കണ്ടീഷൻ ഫോർ ഡെഡ് ലോക്ക്, പിന്നെ ഡെഡ് ലോക്ക് ഡിറ്റക്റ്റ് ചെയ്യാനായിട്ടുള്ള എന്തൊക്കെ സ്കീംസ് ഉണ്ട്, ഡെഡ് ലോക്ക് അവോയ്ഡൻസിന് വേണ്ടിയുള്ള എന്തൊക്കെ സ്കീംസ് ഉണ്ടെന്നുള്ളതാണ് ഇതിൽ പറയുന്നത്. ഓക്കെ, താങ്ക് യു.